സമയമില്ലാത്തൊരു വ്യക്തി, ഒരു വിദ്യാർത്ഥിയാണ് ഈ കോഴ്സ് തിരഞ്ഞെടുക്കുന്നത്. പിന്നെ നമുക്ക് സമയം ഉണ്ടാവോ? ഇല്ല. ബട്ട് കിട്ടുന്ന സമയം, നമ്മൾ മാറ്റിവെക്കുന്ന കുറച്ച് സമയം, ആ കുറച്ച് സമയത്തിൻ്റെ ഉള്ളിൽ ഏറ്റവും പ്രൊഡക്റ്റീവായിട്ട് നമ്മുടെ മോഡൽ എക്സാം കണ്ടക്ട് ചെയ്യും. സോ മോഡൽ എക്സാം എഴുതി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പരീക്ഷയ്ക്ക് പോകാൻ തയ്യാറാണ്, റെഡിയാണ്. ഓക്കെ, ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റേഴ്സ്, നമ്മൾ 35 ചാപ്റ്റേഴ്സ് ഉള്ള പാഠത്തിൽ നിന്ന് ഒരു 15 ചാപ്റ്റേഴ്സ് ഒഴിവാക്കി സ്റ്റഡി സെന്ററിന്റെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. NIOS ഏപ്രിൽ 2024 എക്സാം പുതിയ സിലബസ്, പുതിയ ക്വസ്റ്റ്യൻ പേപ്പർ, ഒരുപാട് മാറ്റങ്ങൾ, ഏറ്റവും എളുപ്പത്തിൽ പാസ്സാവണം. ഇത് മാത്രമാണ് നമ്മുടെ കുട്ടികൾ ഇപ്പോൾ ചിന്തിക്കുന്നത്. നമ്മൾ എക്സാം ഫീ അടച്ചു കഴിഞ്ഞു, TMA സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു, ഇപ്പൊ നമ്മുടെ PCP ക്ലാസ് നടന്നുകൊടുക്കുക, ഇത് കഴിഞ്ഞ് നമ്മുടെ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ വരിക, അത് കഴിഞ്ഞ് നമുക്ക് വരുന്നു തിയറി എക്സാമിനേഷൻ. അപ്പൊ പുതിയ സിലബസ്, ആദ്യമായിട്ട് എക്സാം എഴുതാൻ പോവുകയാണ് നിങ്ങൾ. നമുക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആണ്. ഈ പുതിയ സിലബസ് ആദ്യമായിട്ട് നമ്മൾ എക്സാം എഴുതാൻ പോകുന്നു, നമ്മളൊക്കെ വിജയിക്കുമോ എന്നുള്ളൊരു ചോദ്യമാണ് നമ്മുടെ കുട്ടികൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുള്ള മറുപടിയാണ് എല്ലാവരും വിജയിക്കും. ഒരാളല്ല, എല്ലാവരും വിജയിക്കും. ഇവിടെ നമുക്ക് വിജയം മാത്രമേ പാടുള്ളൂ, തോൽവിയെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നില്ല, അത് നമുക്ക് വേണ്ട. ഓൺലി സക്സസ്, ഓൺലി വിക്ടറി. ഓക്കെ, അപ്പൊ അങ്ങനെ പാസ്സാവാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ 2 സീസണിൽ നമ്മൾ കൊണ്ടുവന്ന ബാസ് ക്രാഷ് കോഴ്സ് എന്ന് പറഞ്ഞ കുട്ടികൾക്ക് അറിയാം. നിങ്ങൾക്ക് കഴിഞ്ഞ ഒക്ടോബർ ബാച്ചിൽ 100% കുട്ടികളും ഒരു മാസം കൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ട് പാസ്സായി. അതിനു മുമ്പ് ഏപ്രിൽ 2023 വീണ്ടും കുട്ടികൾ ഒരു മാസം കൊണ്ട് പാസ്സായി. അങ്ങനെ ചരിത്രത്തിൽ വിജയം മാത്രം ആവർത്തിച്ച് ഇതാ ബാസ് ക്രാഷ് കോഴ്സ് സീസൺ 3 എത്തിയിരിക്കുന്നു. ഒരുപാട് കുട്ടികൾ വിളിക്കുക, നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലോട്ട് എന്നെ വിളിച്ചൊക്കെ ചോദിക്കാണ്, എന്താ സാറേ ക്രാഷ് കോഴ്സ് ഇല്ലേ ഇപ്രാവശ്യം? ഞങ്ങൾ ആ ഒരു ഹോപ്പിലാണ്, ആ ഒരു പ്രതീക്ഷയിലാണ്, ഇപ്രാവശ്യം ക്രാഷ് കോഴ്സ് ഇല്ലേ. കാരണം എന്താ അറിയോ, ഈ ക്രാഷ് എന്ന് പറയുന്നത് എന്താണ് ഡിഫറൻസ് എന്നുള്ളത് നമുക്കറിയാം. നമുക്കിപ്പോൾ നമ്മുടെ ഒരു അക്കാഡമിക് ക്ലാസ് എന്ന് പറഞ്ഞാൽ 6 മാസത്തെ ക്ലാസ് ഡെയിലി അല്ലെങ്കിൽ ആഴ്ചയിൽ നമ്മൾ 4 ദിവസം 5 ദിവസം ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് അത് പഠിച്ച് ദെൻ നമ്മൾ അങ്ങനെ ഒരു പാറ്റേണിലായിരിക്കും വന്നിട്ടുണ്ടാവുക. എന്നാൽ ജീവിതത്തിലെ പല സാഹചര്യങ്ങൾ കാരണം ഇപ്പോഴും നമ്മുടെ പ്രശ്നം അതാ, നമുക്കെന്താ സമയമില്ല. വി ഹാവ് നോ ടൈം. നമുക്ക് പഠിക്കാൻ നല്ല ആഗ്രഹമുണ്ട്, ബട്ട് വി ഹാവ് നോ ടൈം. നമുക്ക് സമയമില്ല. ഈ സമയമില്ല എന്നുള്ളിടത്ത് നമ്മളൊരു മാറ്റി നിർത്തി. നിങ്ങൾ പഠിക്കാത്തതുകൊണ്ടല്ലേ, നിങ്ങൾ പാസ്സാവാത്ത, നിങ്ങളിതിന് ക്ലാസ് അറ്റൻഡ് ചെയ്യാത്തതുകൊണ്ടല്ലേ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്ത. അങ്ങനെയല്ല, ആ ഒരു കൺസെപ്റ്റിലല്ല. കാരണം നമ്മുടെ ഓഡിയൻസ് അല്ലെങ്കിൽ നമ്മുടെ വിദ്യാർത്ഥികൾ, നമ്മുടെ സപ്പോർട്ടേഴ്സ് എന്താണ്, നിങ്ങളുടെ സമയമില്ല എന്നുള്ള ആ ഒരു പ്രയാസത്തിൽ നിന്നാണ് ഈ ഒരു കോഴ്സിലോട്ട് വരുന്നത്. സമയമില്ലാത്തൊരു വ്യക്തി, ഒരു വിദ്യാർത്ഥിയാണ് ഈ കോഴ്സ് തിരഞ്ഞെടുക്കുന്നത്. പിന്നെ നമുക്ക് സമയം ഉണ്ടാവോ? ഇല്ല. ബട്ട് കിട്ടുന്ന സമയം, നമ്മൾ മാറ്റിവെക്കുന്ന കുറച്ച് സമയം, ആ കുറച്ച് സമയത്തിൻ്റെ ഉള്ളിൽ ഏറ്റവും പ്രൊഡക്റ്റീവായിട്ട് പരീക്ഷയ്ക്ക് വരുന്ന കാര്യങ്ങൾ മാത്രം പഠിച്ചുകൊണ്ട് പാസ്സാവാൻ സാധിക്കണം. അതുകൊണ്ടാണ് എല്ലാ കുട്ടികളും ക്രാഷ് കോഴ്സ് എന്ന് പറഞ്ഞു വരുന്നത്. നമുക്ക് കഴിഞ്ഞ 2 സീസണിലും കൂടുതൽ കുട്ടികൾ നമ്മുടെ ക്രാഷ് കോഴ്സ് മുഖേനയാണ് പാസ്സായത്. അതിൽ നമുക്ക് 100% വിജയമാണ്. അപ്പോ അതൊക്കെ കണ്ടപ്പോ 2 സീസണിന്റെയും കുട്ടികളുടെ 100% വിജയം നമ്മുടെ വീഡിയോന്റെ താഴെ പാസ് എന്നുള്ള പാസ് എന്നുള്ള ആ ഒരു കമന്റ്സ് കണ്ടപ്പോ കുട്ടികൾ ഈ ഏപ്രിൽ 2024 സാറേ എന്താണ് ക്രാഷ് കോഴ്സ് തുടങ്ങാത്തത്? വൈ യു ആർ ഡിലേയിങ്? എന്താണ് ഈ പ്രാവശ്യം ക്രാഷ് ഇല്ലേ? നമ്മളിവിടെ ഉണ്ടെങ്കിൽ ക്രാഷും അവിടെ ഉണ്ട്. ഓക്കെ, ഞാൻ പറഞ്ഞിരുന്നു നിങ്ങളോട്, എന്തെങ്കിലും കാര്യങ്ങൾ പഠിപ്പിക്കാൻ പഴയ സിലബസ് എന്ന് പറഞ്ഞാൽ നമുക്ക് വരാൻ സാധിക്കില്ല. ബിക്കോസ് സിലബസ് ചേഞ്ച് ബൈഫോക്കേറ്റഡ് എന്നുള്ളത് റിയാലിറ്റിയാണ്. ആ റിയാലിറ്റി നമ്മൾ അക്സെപ്റ്റ് ചെയ്തേ മതിയാവൂ. അതേപോലെ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ ചേഞ്ച് ആയി എന്നുള്ളതും അനദർ റിയാലിറ്റി, അതും നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. ബിക്കോസ് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമുക്ക് ഇതിലോട്ട് വന്നു. നമ്മുടെ എല്ലാ സബ്ജക്റ്റിലും, ഈവൻ മാത്തമാറ്റിക്സിൽ വരെ നമുക്ക് ഒബ്ജക്റ്റീവ് കയറി വന്നു. സോ ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ, സബ്ജക്റ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ, ഇത് രണ്ടും മേർജ് ചെയ്തിട്ടുള്ള 100 മാർക്കിന്റെ പരീക്ഷ. അപ്പൊ കുട്ടികൾ ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ്. അപ്പൊ നമുക്ക് ഈ ഒരു ക്രാഷ് കോഴ്സ് നമുക്ക് പെട്ടെന്ന് തുടങ്ങാൻ പറ്റത്തില്ല. അതാണ് ഞാൻ വെയിറ്റ് ചെയ്തത്, വേറെ എവിടെയും പോയതല്ല. ക്രാഷ് കോഴ്സിന് വേണ്ട ഒബ്ജക്റ്റീവ് ബാങ്ക്, ഇനി ഒബ്ജക്റ്റീവിനെ കുറിച്ച് ആലോചിച്ച് പേടിക്കണ്ട. വി ഹാവ് ഒബ്ജക്റ്റീവ് ബാങ്ക്. ആ ഒബ്ജക്റ്റീവ് ബാങ്ക് വെച്ചിട്ട് തന്നെ നമുക്ക് 50 മാർക്ക് എല്ലാവർക്കും സ്കോർ ചെയ്യാൻ പറ്റും. ഡാം ഷുവർ നിങ്ങൾക്ക് 50 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇനി ഒബ്ജക്റ്റീവ് മാത്രമല്ല, ആ ഒബ്ജക്റ്റീവ് മാർക്ക് നമ്മൾ സ്കോർ ചെയ്യുമ്പോൾ അതിന്റെ ഒപ്പം തന്നെ നമ്മൾ 50 അടിക്കും. എന്ത്? ഡിസ്ക്രിപ്റ്റീവ്, നമ്മൾ സബ്ജക്റ്റീവിന്റെ മാർക്കും അങ്ങോട്ട് എഴുതുക, അത് നമുക്ക് അങ്ങോട്ട് നേടിയെടുക്കണം. സോ 50 + 50 = 100 മാർക്ക് ഈസ് അവർ ടാർഗറ്റ്. 100-ലെ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത്. ഓക്കെ, നമ്മുടെ ലക്ഷ്യം എന്താ? 100 മാർക്ക് കിട്ടണം, അല്ലെങ്കിൽ എനിക്ക് പാസ് ആവണം.
ജസ്റ്റ് പാസ്സായാൽ മതി, എനിക്ക് ഇത്ര മാർക്കിന് മുകളിൽ വേണം, എനിക്ക് ഫുൾ മാർക്ക് വേണം, എന്താഗ്രഹിച്ചോട്ടെ, നമ്മൾക്ക് സമയമില്ല എന്നുള്ള റിയാലിറ്റിന്ന് സമയം ഉള്ള സമയത്ത് നമ്മൾ പഠിച്ചെടുക്കും. അവിടെയാണ് നമ്മുടെ ക്രാഷ് കോഴ്സിന്റെ റെലവൻസി. എന്താ, നമുക്ക് വളരെ കുറച്ച് സമയം മതി, ഓൺലി 1 to 2 months. നമ്മൾ ഈ ഒരു 2 മാസം കൊണ്ട് ഇതുവരെ പഠിച്ച കാര്യങ്ങളിൽ നിന്ന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാതലായിട്ടുള്ള കണ്ടന്റ് ആയിട്ടുള്ള ഭാഗം മാത്രം തിരഞ്ഞെടുക്കും. അപ്പൊ ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരാൻ പോകുന്ന എന്താ, ഐ ആം ഷോർട്ട് ലിസ്റ്റിംഗ് യുവർ കണ്ടന്റ്. NS ഡിപ്പാർട്ട്മെന്റ് എന്ത് ചെയ്തു, അവരുടെ ഫുൾ സിലബസ് 60% പബ്ലിക് എക്സാമിനേഷനും 40% TMA ആക്കി. സോ ആ TMAയുടെ ഭാഗം അങ്ങനെ തന്നെ മാറ്റി. ദെൻ ബാക്കിയുള്ള 60% പബ്ലിക് എക്സാമിനേഷന്റെ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റേഴ്സ്, നമ്മൾ 35 ചാപ്റ്റേഴ്സ് ഉള്ള പാഠത്തിൽ നിന്ന് ഒരു 15 ചാപ്റ്റേഴ്സ് ഒഴിവാക്കി വെറും 20 ചാപ്റ്റേഴ്സ്. ഈ 20 ചാപ്റ്റേഴ്സിൽ നിന്ന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാർക്ക് വെയിറ്റേജ് ഉള്ള മൊഡ്യൂൾസ് മാത്രം തിരഞ്ഞെടുത്ത് നമുക്ക് അതിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്ന ഭാഗങ്ങളോട് കൂടുതൽ പ്രയോറിറ്റി കൊടുത്ത് അതിൽ നിന്നും കൂടുതൽ ക്വസ്റ്റ്യൻസ് ഡെവലപ്പ് ചെയ്ത് അതല്ലാത്ത ഭാഗങ്ങൾ നമുക്ക് ഫുൾ മാർക്ക് നേടാൻ പറ്റുന്ന 100:100 ടാർഗറ്റ്. ഇനി ആ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത പാഠങ്ങളിൽ നിന്നും നമ്മുടെ മൊത്തം കണ്ടന്റിന്റെ ഷോർട്ട് ലിസ്റ്റഡ് കണ്ടന്റിൽ നിന്നും ഏറ്റവും കൂടുതൽ വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ്, ആ ക്വസ്റ്റ്യൻസ് മാത്രം നമ്മൾ ഫിൽട്ടർ ചെയ്ത് പഠിക്കും. അപ്പോ നോക്കുക, ഒരു ചാപ്റ്ററിൽ 4 കണ്ടന്റ്, ഓൺലി 4 കണ്ടന്റ്സ് ഫോർ എ ചാപ്റ്റർ. ഒരു ചാപ്റ്ററിന് 4 കാര്യങ്ങൾ പഠിക്കുക. ഈ 4 കാര്യങ്ങളാണ് ഡിസ്ക്രിപ്റ്റീവ് ഓർ സബ്ജക്റ്റീവ്. അതേ 4 കാര്യങ്ങളിൽ നിന്നാണ് നമ്മൾ MCQ, FIB, മാച്ച് ദ ഫോളോയിങ്, ട്രൂ ഓർ ഫാൾസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോ ഫുള്ളായിട്ടിരുന്ന് പഠിക്കേണ്ട ഒരു കാര്യമല്ല, കറക്റ്റ് കണ്ടന്റ്, ആ കണ്ടന്റ് മാത്രം പഠിക്കുക, അത് പ്രിപ്പയർ ചെയ്യുക, പരീക്ഷ എഴുതുക. അപ്പൊ നിങ്ങൾ പറ എന്തുകൊണ്ടാണ് ബാസ് ക്രാഷ് കോഴ്സ് ഈസ് ഓൾവേസ് സ്പെഷ്യൽ, ഓൾവേസ് വേഴ്സറ്റൈൽ, ഓൾവേസ് ഡിഫറെന്റ്, എപ്പോഴും എല്ലാവർക്കും അംഗീകരിക്കാൻ ഏറ്റവും എളുപ്പത്തിൽ പറ്റുന്നത് എന്തുകൊണ്ടാണ്? നമ്മളവിടെ ചെയ്യുന്ന ഒരു ഹാർഡ് വർക്ക്, നമ്മുടെ കുട്ടികളോട് കാണിക്കുന്ന ആ ഒരു പാർട്ടിസിപ്പേഷൻ, കോർഡിനേഷൻ, നമ്മളെല്ലാവരും ഒത്തൊരുമയുടെ വിജയമാണ് നമ്മൾ നേടാൻ പോകുന്നത്. അത് നമ്മൾ ഈ ഏപ്രിൽ 2024 കൈവരിക്കാൻ പോവുകയാണ് മക്കളെ. സോ ഒഫീഷ്യലി ദിസ് ഈസ് എ ഡിക്ലറേഷൻ ഫ്രം മീ. നമ്മുടെ ബാസ് ക്രാഷ് കോഴ്സ് സീസൺ 3 ഈസ് ലോഞ്ചിങ് ടുഡേ. ഇനി നമുക്ക് ബാസ് ക്രാഷ് കോഴ്സിന്റെ അഡ്മിഷൻ ഓപ്പൺ ആവും. നാളെ മുതൽ നിങ്ങൾക്ക് ബാസ് ക്രാഷ് കോഴ്സിൽ അഡ്മിഷൻ എടുക്കാം. സോ മക്കളെ, നമ്മുടെ ബാസ് ക്രാഷ് കോഴ്സിന്റെ ലോഞ്ചിങ്ങിലോട്ട് എല്ലാവർക്കും സ്വാഗതം. NIOS പരീക്ഷയ്ക്ക് തയ്യാറാകുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള ആദിൽ സാറിന്റെ ബാസ് ക്രാഷ് കോഴ്സിന്റെ അഡ്മിഷൻ ഓപ്പൺ ആയിരിക്കുന്നു. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികൾ താഴെ കാണുന്ന നമ്പറിലേക്ക് ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക. ബാസ് സ്റ്റഡി സെന്റർ, കോർപ്പറേറ്റ് ഓഫീസ്, G3104, JNIS, കലൂർ, കൊച്ചി 682017. അപ്പൊ നമ്മുടെ ബാസ് ക്രാഷ് കോഴ്സ് ഈസ് ലോഞ്ച്ഡ് ഫോർ 2024. ഏപ്രിൽ 2024 കുട്ടികൾ ഇതാ ബാസ് ക്രാഷ് കോഴ്സിന്റെ കപ്പലിൽ കയറി. ഇനി നമ്മൾ അങ്ങോട്ട് തുഴഞ്ഞു പോവാണ് വിജയത്തിന്റെ പാതയിലോട്ട്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ബാസ് ക്രാഷ് കോഴ്സ് സീസൺ 3യിൽ നമ്മുടെ ന്യൂ സിലബസ്, ബൈഫർക്കേറ്റഡ് ആയിട്ടുള്ള ഷോർട്ട് കണ്ടന്റുകൾ, ആ ലെസൺസ്, ബൈഫർക്കേറ്റഡ് ലെസൺസ് മാത്രം, ആ ലെസൺസ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 4 കണ്ടന്റ്സ് ഫോർ ദ സബ്ജക്റ്റീവ് ആൻഡ് ഫോർ ദ ഒബ്ജക്റ്റീവ്. ദെൻ ന്യൂ ക്വസ്റ്റ്യൻ പാറ്റേൺ, നമ്മുടെ പുതിയ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ സാമ്പിൾ പേപ്പേഴ്സ്, കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചു തരുന്നു. അപ്പൊ ആ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ ഈ പുതിയ ബൈഫർക്കേറ്റഡ് സിലബസിൽ നമുക്ക് ബാസ് ഒബ്ജക്റ്റീവ് ബാങ്ക് ഇപ്പോൾ റെഡിയാണ്. ബാസ് ഒബ്ജക്റ്റീവ് ബാങ്കിന്റെ പ്രത്യേകതകൾ എന്ന് പറഞ്ഞാൽ ഇതിലായിരിക്കും നമ്മുടെ MCQ, നമ്മുടെ FIB, നമ്മുടെ മാച്ച് ദ ഫോളോയിങ്, നമ്മുടെ ട്രൂ ആൻഡ് ഫാൾസ്, ഇത്രയും കാര്യങ്ങൾ 50 മാർക്കിന്റെ ഇത്രയും ചോദ്യങ്ങൾ നമ്മുടെ ബാസ് ഒബ്ജക്റ്റീവ് ബാങ്കിൽ നിന്നാണ് നമുക്ക് ലഭിക്കുക. അത് മാത്രം ഒരു ചാപ്റ്ററിൽ 4 കണ്ടന്റ്, ആ 4 കണ്ടന്റിൽ നിന്നും നമുക്ക് MCQ, FIB, മാച്ച്, ട്രൂ ആൻഡ് ഫാൾസ്. ഒരു പേടിയും പഠിക്കേണ്ട, ഇതിന്റെ ക്വസ്റ്റ്യൻസ് വേറെ, ഇതിന്റെ ക്വസ്റ്റ്യൻസ് വേറെ, അങ്ങനെ 500 ക്വസ്റ്റ്യൻസ് ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. 4 കണ്ടന്റ്, ആ 4 കണ്ടന്റിൽ നിന്ന് എങ്ങനെ MCQ, FIB, മാത്സ് ഫോളോയിങ്ങും ദെൻ ട്രൂ ആൻഡ് ഫാൾസ് വരും എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരും. സോ ഒരു ക്വസ്റ്റ്യൻ പഠിച്ചാൽ നമുക്ക് ഈ 4 പാറ്റേൺ പാസ്സാവാൻ സാധിക്കണം. ഒരു ക്വസ്റ്റ്യൻ പഠിച്ചാൽ 4 ടൈപ്പ് ചോദ്യം ചോദിച്ചാലും നമ്മൾ പാസ്സാവണം. ഇതറിയാത്തവർക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ട് വരും. ബട്ട് നിങ്ങൾ എന്റെ വിദ്യാർത്ഥികളാണ്, നമുക്കിവിടെ തോൽവിയില്ല, നമ്മൾ എല്ലാ മാർക്കും സ്കോർ ചെയ്യാൻ വേണ്ടി നിൽക്കുക. അപ്പോ ഇവിടെ MCQ ചോദിച്ചോട്ടെ നമുക്കെന്താ, FIB ചോദിച്ചോട്ടെ അഗൈൻ നമുക്കെന്താ, ദെൻ മാത്സ് ഫോളോയിങ് ചോദിച്ചോട്ടെ നമുക്കെന്താ പ്രശ്നം? ഏത് ചോദിച്ചാലും നമ്മൾ പഠിച്ചത് ഒരു ചാപ്റ്ററിന് 4 കണ്ടന്റ്, ആ 4 കണ്ടന്റ് തന്നെയാണ് നമ്മൾ സബ്ജക്റ്റീവിന് യൂസ് ചെയ്യുന്നത്, അതേ 4 കണ്ടന്റ് തന്നെയാണ് നമ്മൾ ഒബ്ജക്റ്റീവിന് യൂസ് ചെയ്യുന്നത്. സോ ആ ക്വസ്റ്റ്യൻസ് വരെ നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് പഠിച്ച നോ ഇഷ്യൂസ്. അപ്പോൾ നിങ്ങൾ നോക്കൂ, മൊത്തം 20 ചാപ്റ്റേഴ്സ്, അതിന് 4 കണ്ടന്റ് ആണ്. 20 into 4 എത്ര? ഏകദേശം 80 കണ്ടന്റ് മതി. ഫുൾ മാർക്ക് നേടാനാണ് പറയുന്നത്, പാസ്സാവാനല്ല. പാസ്സാവാൻ നമുക്ക് ഒരു 30 to 40 കണ്ടന്റ് മതി. ഓക്കെ, ആ കണ്ടന്റ് നമ്മുടെ ഷോർട്ട് വീഡിയോ ലെക്ചേഴ്സ്, നമ്മുടെ ബാസ് ക്രാഷ് കോഴ്സിന്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് 1 മണിക്കൂർ, 2 മണിക്കൂർ, 3 മണിക്കൂർ നല്ല ക്ലാസ് വരിക. 10 minutes to 15 minutes, 10 മുതൽ 15 മിനിറ്റ് വരെ ദൈർഘ്യമുള്ള ക്ലാസ്സുകൾ.
ആ ഒരു 10-15 മിനിറ്റ്, ആ 10-15 മിനിറ്റിന്റെ ഉള്ളിൽ നമുക്ക് ഈ പറഞ്ഞ 4 കണ്ടന്റും കവർ ചെയ്യും. ഓക്കെ, ഈ 15 മിനിറ്റ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്താൽ മതി. ആ 15 മിനിറ്റ് തന്നാൽ മതി, ഒരു ചാപ്റ്റർ സെറ്റാ. ഒരു ചാപ്റ്റർ പഠിക്കാൻ ഓൺലി 15 മിനിറ്റ്സ്. ഈ 15 മിനിറ്റ് കൊണ്ട് ആ പരീക്ഷയ്ക്ക് ആ ചാപ്റ്ററിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ കവർ ചെയ്യും. എങ്ങനെയാണ് സബ്ജക്റ്റീവിനും എങ്ങനെയാണ് ഒബ്ജക്റ്റീവിനും വരുന്നത് എന്നുള്ളത് നമ്മൾ ഈസിലി ട്രാക്ക് ചെയ്യും. ഓക്കെ, അഗെയിൻ ഈ വീഡിയോ ലെക്ചേഴ്സിന്റെ ഒക്കെ സ്റ്റഡി മെറ്റീരിയൽസ് അത് നമുക്ക് ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള കണ്ടന്റും ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള കണ്ടന്റ് നമ്മുടെ അഗൈൻ ബാസ് ഒബ്ജക്റ്റീവ് ബാങ്കിൽ നിന്നും ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള കണ്ടന്റ് നമ്മുടെ ഗൈഡിൽ നിന്നും നിങ്ങൾക്ക് നൽകും. അപ്പൊ ആ ഒരു 4 കണ്ടന്റ് നമ്മൾ തരുന്ന 4 കണ്ടന്റിന്റെ ഒബ്ജക്റ്റീവും അതിന്റെ സബ്ജക്റ്റീവിന്റെയും ഗൈഡ് സ്റ്റഡി മെറ്റീരിയൽസ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. സോ അഗൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യുക, സ്റ്റഡി മെറ്റീരിയൽസ് നോക്കുക, ദാറ്റ്സ് ഫൈൻ. അതിനഫാ ഫുൾ ബുക്ക് ഇരുന്ന് തുറന്ന് പഠിക്കേണ്ട കാര്യമില്ല. ഓക്കെ, അഗൈൻ പറയുന്നു 4:4 കണ്ടന്റ്, ഓൺലി 4 കണ്ടന്റ്, 4 കണ്ടന്റ് ഫോർ 1 ലെസൺ. ഒരു ലെസൺ, അതും ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുള്ള ലെസൺസ് ഏതാന്നുള്ളത്. ഓക്കെ, അതിൽ ഷോർട്ട് വീഡിയോ ലെക്ചേഴ്സ് ചെറിയ 10 മുതൽ 15 വരെ ദൈർഘ്യമുള്ള കണ്ടന്റുകൾ, ആ കണ്ടന്റുകളുടെ സ്റ്റഡി മെറ്റീരിയൽസ് ഒബ്ജക്റ്റീവും ഡിസ്ക്രിപ്റ്റീവ്, ഒബ്ജക്റ്റീവ് ബാങ്ക് ഉണ്ടായിരിക്കും, ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള മെറ്റീരിയൽസും സ്റ്റഡി മെറ്റീരിയൽസ് ഉണ്ടാവും. ഇത് മാത്രം മതി, നമുക്ക് ഓരോ ചാപ്റ്റേഴ്സും വളരെ ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ ഇന്റലിജന്റ് ആയിട്ട് പഠിക്കുക, നമ്മൾ വളരെ സ്മാർട്ട് ആയിട്ടുള്ള സ്റ്റുഡൻസ്. വി ആർ സ്റ്റഡിങ് വെരി സ്മാർട്ട്ലി പഠിക്കുക. എങ്ങനെ? ഒരു കണ്ടന്റ് നമ്മൾ എടുത്തു, ഒരു കണ്ടന്റ് എടുത്തു. ആ കണ്ടന്റ് എടുക്കുമ്പോൾ അതിപ്പോ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന ടോപ്പിക് ആയിക്കോട്ടെ, ഫണ്ടമെന്റൽ റൈറ്റ്സ്, മൗലിക അവകാശങ്ങൾ, ഫണ്ടമെന്റൽ റൈറ്റ്സ് ഒരു ഉദാഹരണമാണ്. ഇങ്ങനത്തെ ഒരു ടോപ്പിക് എടുത്താൽ ഈ ടോപ്പിക്കിനെ നമ്മൾ 2 ആയിട്ട് കീറി മുറിക്കും, ഒബ്ജക്റ്റീവ് ആയിട്ടും സബ്ജക്റ്റീവ് ആയിട്ടും. ഓക്കെ, സബ്ജക്റ്റീവ് ആയിട്ട് ഇതിൽ നിന്നും എങ്ങനെ ക്വസ്റ്റ്യൻസ് വരും എന്ന് നമ്മൾ ഫ്രെയിം ചെയ്യും. അതായിരിക്കും നമ്മുടെ സബ്ജക്റ്റീവിന്റെ ഗൈഡിൽ ഉണ്ടാവുക. സോ നമുക്ക് അവിടെ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ഉണ്ടായിരിക്കും, വെരി ഷോർട്ട് ആൻസേഴ്സ്. ഓക്കെ, വാട്ട് ഈസ് ഫണ്ടമെന്റൽ റൈറ്റ്? ഓക്കെ, ഇനി ഷോർട്ട് ആൻസേഴ്സ് ഉണ്ടാവും, എക്സ്പ്ലെയിൻ അബൌട്ട് ഡിഫറെന്റ് ഫണ്ടമെന്റൽ റൈറ്റ്സ്. ഓക്കെ, ഇനി കുറച്ചുകൂടി വലിയ ക്വസ്റ്റ്യൻസ്, ലോങ് ആൻസേഴ്സ്, എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ്, ബ്രീഫ്ലി ഡിസ്ക്രൈബ് അബൌട്ട് ദ 6 ഫണ്ടമെന്റൽ റൈറ്റ്സ്. ഇങ്ങനെ ചോദിക്കുമ്പോൾ നമുക്ക് 5 മാർക്ക്, 3 മാർക്ക്, 1 മാർക്ക്, 2 മാർക്ക്, ഇങ്ങനെ ക്വസ്റ്റ്യൻസ് പാറ്റേൺ നമുക്ക് കിട്ടും. സബ്ജക്റ്റീവ് അതേ ടോപ്പിക്, അതേ ഫണ്ടമെന്റൽ ടോപ്പിക്കിനെ തന്നെ നമ്മൾ എന്ത് ചെയ്യും? ഒബ്ജക്റ്റീവ് ആയിട്ട് എടുക്കും. ഓക്കെ, അഗൈൻ നമ്മുടെ MCQ ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് എ ഫണ്ടമെന്റൽ റൈറ്റ് എന്നിട്ട് കുറെ റൈറ്റ് കൊടുക്കും. അതിൽ ഫണ്ടമെന്റൽ റൈറ്റ് ഏതാന്നുള്ളത് ചെക്ക് ചെയ്യുക, എടുക്കുക, ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ദെൻ FIB ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. സോ ഡാഷ് ഈസ് എ ഫണ്ടമെന്റൽ റൈറ്റ് എന്നിട്ട് താഴത്ത് നമ്മൾ കൊടുക്കും, ഇതൊക്കെയാണ് ഇതിന്റെ ഫണ്ടമെന്റൽ റൈറ്റ്. അതിൽ ഏതെങ്കിലും കറക്റ്റ് ഉള്ളത് നമ്മൾ ആ ഡാഷിൽ, ആ ബ്ലാങ്കിൽ ഫിൽ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ദെൻ നമ്മൾ ട്രൂ ഓർ ഫാൾസ് കൊടുക്കും. നമ്മൾ പറയാ റൈറ്റ് ടു ഈക്വാലിറ്റി ഈസ് എ ഫണ്ടമെന്റൽ റൈറ്റ്, അല്ലേ? തുല്യത, നമുക്ക് എല്ലാവർക്കും തുല്യമായിട്ടുള്ള അവകാശം, അതൊരു ഫണ്ടമെന്റൽ റൈറ്റ് അല്ലേ ചോദിച്ചാൽ യെസ്, ഇറ്റ്സ് എ ഫണ്ടമെന്റൽ റൈറ്റ്, സോ ട്രൂ ആണ്. ഇനി നമ്മൾ വേറൊരു സ്റ്റേറ്റ്മെന്റ് പറയാം, റൈറ്റ് ടു ഈക്വാലിറ്റി ഈസ് നോട്ട് എ ഫണ്ടമെന്റൽ റൈറ്റ്, അത് ഫണ്ടമെന്റൽ റൈറ്റ് അല്ല എന്ന് പറഞ്ഞാൽ തെറ്റല്ലേ? സോ നമുക്ക് ഫാൾസ് ടിക്ക് ചെയ്യാൻ പറ്റും. സോ ഇതും ഈ ഒരു സെയിം കണ്ടന്റ് നിന്നാണ് നമ്മൾ ഈ സബ്ജക്റ്റീവ് ആയിട്ടുള്ള VSA, SA, LA എടുക്കുന്നതെങ്കിൽ അതിൽ നിന്ന് തന്നെയാണ് നമ്മൾ MCQ, FIB, ട്രൂ ആൻഡ് ഫാൾസ്, ദെൻ അഗൈൻ നമ്മുടെ ലാസ്റ്റ് ആയിട്ടുള്ള മാച്ച് ദ ഫോളോയിങ് എടുക്കുന്നത്. അപ്പൊ നിങ്ങൾ നോക്കൂ, ഇത് മാത്രം പഠിച്ചിട്ട് പിന്നെ നമ്മൾ ഇത് കിട്ടാതെ മാർക്ക് 50 മാർക്ക് ലോസ് ചെയ്യേണ്ട ഒരു കാര്യമല്ല. സോ ഇഫ് വി സ്റ്റഡിങ് എ ടോപ്പിക്, നമ്മളൊരു ടോപ്പിക് എടുത്ത് പഠിക്കുകയാണെങ്കിൽ ആ ടോപ്പിക്കിനെ കീറി മുറിച്ചിട്ട് 50:50 പഠിക്കും. അതിൽ പകുതി നമ്മൾ ഡിസ്ക്രിപ്റ്റീവിന് വെയിറ്റേജ് കൊടുക്കും, ബാക്കി പകുതി നമ്മൾ ഒബ്ജക്റ്റീവിന് വെയിറ്റേജ് കൊടുക്കും. ഒരു ടോപ്പിക് പഠിച്ചാൽ കിട്ടുന്നു മക്കളെ 50-നും 50-നും 100 മാർക്ക്. എങ്ങനെ? ഒരു ടോപ്പിക് പഠിച്ചാൽ അത് ഒബ്ജക്റ്റീവ് നിന്ന് വരുന്ന മാർക്കും നമ്മൾ സ്കോർ ചെയ്യും, സബ്ജക്റ്റീവ് നിന്ന് വരുന്ന മാർക്കും നമ്മൾ സ്കോർ ചെയ്യും, നമ്മുടെ കയ്യിൽ ഫുൾ മാർക്ക് ഉണ്ടാവും. ഓക്കെ, അല്ലാതെ സബ്ജക്റ്റീവ് വരുന്ന ക്വസ്റ്റ്യൻസ് ഇത്, ഒബ്ജക്റ്റീവിന്റെ ക്വസ്റ്റ്യൻസ് വേറെ എന്ന് പറഞ്ഞാൽ നമുക്ക് നേരെ ഉണ്ടാവും. അത് ഫുൾ ഇരുന്ന് സാറ് പറയാ ഈ ഒബ്ജക്റ്റീവ് ബാങ്കറിന് വേറെ കുറെ ക്വസ്റ്റ്യൻസ് തരാം, സബ്ജക്റ്റീവ് ബാങ്കറിന് വേറെ കുറെ ക്വസ്റ്റ്യൻസ് തരാം. ഇതൊക്കെ ഇരുന്ന് പഠിക്കാനാണ് ഈ സാറിന്റെ ക്ലാസിന്റെ ആവശ്യമില്ലല്ലോ, അത് ഇരുന്ന് പഠിച്ചാൽ പോരെ. അതാ പറഞ്ഞത്, അങ്ങനെ കുറെ കാര്യങ്ങളൊന്നും പഠിക്കണ്ട. ഒരു കണ്ടന്റ് തരുമ്പോ ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ള ഒരു കണ്ടന്റ് ആണെങ്കിൽ അത് തന്നെ ആയിരിക്കും സബ്ജക്റ്റീവ്, അത് തന്നെ ആയിരിക്കും ഒബ്ജക്റ്റീവ്. അപ്പൊ ഇത് പഠിക്കുക, സബ്ജക്റ്റീവ് പഠിച്ചാൽ ആ സബ്ജക്റ്റീവ് നമ്മൾ എന്ത് ചെയ്യും? ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കും. സോ ഒരു വട്ടം പഠിച്ചാൽ 2 കാര്യമുണ്ട് നമുക്ക് ബെനഫിറ്റ്സ്. ഓക്കെ, ഒരു വട്ടം പഠിച്ചാൽ മതി, 2 രീതിയിൽ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ നമ്മൾ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ തരും. അതായത് പബ്ലിക് എക്സാമിനേഷന്റെ സബ്ജക്റ്റീവിന്റെയും ഒബ്ജക്റ്റീവിന്റെയും മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ തരും. സോ ആ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. ദെൻ നമ്മുടെ മോഡൽ എക്സാം കണ്ടക്ട് ചെയ്യും. സോ മോഡൽ എക്സാം എഴുതി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പരീക്ഷയ്ക്ക് പോകാൻ തയ്യാറാണ്, റെഡിയാണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ ബാസ് ക്രാഷ് കോഴ്സ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. 2 സീസൺ 1 സീസൺ 2 വെരി ഈസി ആയിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം. ബിക്കോസ് നമുക്ക് ഡിസ്ക്രിപ്റ്റീവ് സെക്ഷൻസ് മാത്രമേ ഉള്ളായിരുന്നു, അതിൽ ഷോർട്ട് ചെയ്ത കണ്ടന്റ് പഠിക്കുക പോരാ. എന്നാൽ സീസൺ 3 ഈസ് എൻറ്റയർലി ഡിഫറെന്റ് ഫ്രം ദ അതർ 2 സീസൺ. വൈ? കാരണം ഇവിടെയാണ് നമ്മുടെ ഒബ്ജക്റ്റീവും സബ്ജക്റ്റീവും ഒക്കെ വന്നിട്ടുള്ളത്. സോ നമുക്ക് സബ്ജക്റ്റീവ് ആൻഡ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്ന ആ വലിയൊരു ഉത്തരവാദിത്തത്തിലാണ് നമ്മൾ ഈ ഒരു കോഴ്സ് ചെയ്യുന്നത്. സോ സീസൺ 3 നമുക്ക് സെലക്ട് ചെയ്യാനുള്ള കോഴ്സുകൾ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇപ്പൊ നിങ്ങൾ എടുത്ത സബ്ജക്ട്സുകൾ, ഇപ്പോ
ഇംഗ്ലീഷ് ആണ് നിങ്ങൾക്ക് ക്ലാസ് വേണ്ടത്, ഇംഗ്ലീഷ് മാത്രം അറ്റൻഡ് ചെയ്യുക. നിങ്ങൾക്ക് മാത്സ് ആണ് വേണ്ടത്, മാത്സ് മാത്രം അറ്റൻഡ് ചെയ്യുക. ഇനി സോഷ്യോളജി മാത്രം മതി, അത് മാത്രം അറ്റൻഡ് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ട സബ്ജക്ട്സ് മാത്രം എടുത്ത് പഠിക്കാൻ പറ്റും. അതല്ല നിങ്ങൾക്ക് ഹ്യൂമാനിറ്റീസിന്റെ ഫുൾ സബ്ജക്ട്സ് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. ഇപ്പോൾ ഹ്യൂമാനിറ്റീസ് മാത്രം നിങ്ങൾക്ക് പിക്ക് ചെയ്യാൻ പറ്റും, കൊമേഴ്സ് മാത്രം പിക്ക് ചെയ്യാൻ പറ്റും, സയൻസ് മാത്രം പിക്ക് ചെയ്യാൻ പറ്റും. സോ നിങ്ങളുടെ കൺവീനിയൻസ്, നിങ്ങളുടെ കംഫർട്ട്, ഏതാണ് നിങ്ങൾക്ക് ടഫ്നെസ് അല്ലെങ്കിൽ ഏതാണ് നിങ്ങൾക്ക് ബാസ് ക്രാഷ് കോഴ്സിന്റെ സപ്പോർട്ട് വേണ്ടത്, അത് മാത്രം നിങ്ങൾക്ക് എടുക്കാം. സോ നമ്മളിവിടെ ഡിസൈൻ ചെയ്ത സബ്ജക്ട്സുകൾ എന്ന് പറയുന്നത് +2 സയൻസ്, നമുക്ക് ഇംഗ്ലീഷ് ഉണ്ട്, മലയാളം ഉണ്ട്, ഫിസിക്സ് ഉണ്ട്, കെമിസ്ട്രി, ബയോളജി, മാത്തമാറ്റിക്സ്. ഓക്കെ, ദെൻ നമ്മൾ കൊമേഴ്സിലോട്ട് വരികയാണെങ്കിൽ ഇംഗ്ലീഷ്, മലയാളം, ബിസിനസ് സ്റ്റഡീസ്, അക്കൗണ്ടൻസി, പൊളിറ്റിക്കൽ സയൻസ്, എക്കണോമിക്സ്. ഓക്കെ, ഹ്യൂമാനിറ്റീസിലോട്ട് വരികയാണെങ്കിൽ ഇംഗ്ലീഷ്, മലയാളം, സോഷ്യോളജി, പൊളിറ്റിക്സ്, ഹിസ്റ്ററി, എക്കണോമിക്സ്. ദെൻ 10ാം ക്ലാസ്സിലോട്ട് നമ്മൾ വരികയാണെങ്കിൽ ഇംഗ്ലീഷ്, മലയാളം, സയൻസ് ആൻഡ് ടെക്നോളജി, സോഷ്യൽ സയൻസ്, മാത്തമാറ്റിക്സ്. ഇതിലൊക്കെ നമുക്ക് കോമൺ ആയിട്ടുള്ള ഡാറ്റ എൻട്രിയുടെ ബേസിക് കമ്പ്യൂട്ടറിന്റെ പേപ്പറും കൂടെ ഉണ്ടാവും. ദെൻ നമുക്ക് ഇനി നമ്മുടെ കുട്ടികൾ കൂടുതലായിട്ട് ചോദിക്കുക ഹോം സയൻസ്, സൈക്കോളജി, ഇങ്ങനെയൊക്കെയുള്ള ഡിഫറെന്റ് പേപ്പേഴ്സ് ചില കുട്ടികൾ ചോദിക്കാറുണ്ട്. സോ ഇപ്പോൾ നമ്മൾ ഇത്രയും സബ്ജക്ട്സിന്റെയാണ് ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരുപാട് കുട്ടികൾ റിക്വസ്റ്റ് ചെയ്താൽ തീർച്ചയായിട്ടും നമുക്കത് പരിഗണിക്കാം. ഓക്കെ, സോ ഇപ്പോൾ ഞാൻ പറഞ്ഞ പ്രൈമറി സബ്ജക്ട്സ്, നമ്മുടെ വാല്യൂ ഉള്ള സബ്ജക്ട്സിന്റെ ക്രാഷ് കോഴ്സിൽ നിങ്ങൾക്കുള്ള എല്ലാ വരുന്ന സബ്ജക്ട്സുകളാണ് പറഞ്ഞത്. സോ നമ്മുടെ ക്രാഷ് കോഴ്സിന്റെ അഡ്മിഷൻ നാളെ മുതൽ ആരംഭിക്കുകയാണ്. നാളെ മുതൽ നിങ്ങൾക്ക് താഴെ കാണുന്ന ഈ നമ്പറിലോട്ട് വിളിച്ചിട്ട് അഡ്മിഷൻ എടുക്കാൻ നിങ്ങളുടെ സീറ്റ് ബുക്ക് ചെയ്യാവുന്നതാണ്. അപ്പൊ നമ്മൾ ഈ ഫെബ്രുവരി 16 മുതൽ പഴശ്ശിയുടെ യുദ്ധം കമ്പനി കാണാൻ കിടക്കുന്നുള്ളൂ. ബിക്കോസ് വി വിൽ ഓൺ ബോർഡ്. നമ്മൾ കളിക്കാൻ പോവുകയാണ്, നമ്മൾ പഠിക്കാൻ പോവുക, നമ്മൾ കീഴടക്കാൻ പോവുകയാണ്. ഫെബ്രുവരി 16 ഓൺവേർഡ്സ് നമ്മൾ ഏപ്രിൽ 2024 ക്രാഷ് കോഴ്സിലോട്ട് ജോയിൻ ചെയ്ത് ക്ലാസ്സുകൾ ആരംഭിച്ചാൽ നമുക്ക് അങ്ങോട്ട് പരീക്ഷ കഴിയുന്നത് വരെ പിന്നെ റെസ്റ്റ് ഇല്ല. നമ്മൾ ഷോർട്ട് ടൈമിൽ അച്ചീവ് ചെയ്യും. നമ്മുടെ ഗോൾ എന്താ? ടു സക്സസ്, ടു വിക്ടറി. അത് നമ്മൾ നേടിയെടുക്കും. ഓക്കെ, ദെൻ ഫൈനലി നമ്മുടെ കുട്ടികൾക്ക് ഗ്യാരണ്ടീഡ് പാസ് ആണ്. കാരണം എന്താ? സീസൺ 1 100%, സീസൺ 2 100%, നിങ്ങൾക്ക് സീസൺ 3 100% അഷ്യൂർഡ്. ഓക്കെ, ബിൽഡ് അഷ്യൂർഡ് സക്സസ്. നമ്മളിവിടെ പഠിക്കുന്നത് തോൽക്കാൻ വേണ്ടിയിട്ടല്ല, നമ്മൾ ഇത്രയും എഫേർട്ട് ചെയ്യുന്നതിനാ. നമുക്ക് ചുരുങ്ങിയ സമയം കൊണ്ട്, 1 മാസം 1.5 മാസം സമയം കൊണ്ട് നമുക്ക് ഈ കോഴ്സ് എല്ലാവർക്കും വിജയിക്കണം, നല്ല മാർക്കോട് കൂടി വിജയിക്കണം. ഓക്കെ, അപ്പൊ ബാസ് ക്രാഷ് കോഴ്സ് ഇതാ ഇവിടെ ആരംഭിക്കുകയാണ്. നാളെ മുതൽ നിങ്ങൾക്ക് അഡ്മിഷൻ തുടങ്ങാം. ഈ ഒരു വീഡിയോ ഞാൻ ചെയ്തത് നമ്മുടെ ബാസ് ക്രാഷ് കോഴ്സ് എന്തുകൊണ്ട് തുടങ്ങുന്നില്ല എന്ന് ചോദിച്ച കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്. സോ എഗെയിൻ പറഞ്ഞോട്ടെ, നമ്മൾ എല്ലാം അണിയറയിൽ ഒരുങ്ങണം. ഒരുങ്ങാതെ വെറുതെ വന്നിട്ട് തുടങ്ങാൻ പറ്റുമോ? ഇല്ല. സോ ഇപ്പൊ എല്ലാം റെഡിയാണ്. ഒബ്ജക്റ്റീവ് ബാങ്ക് ഈസ് റെഡി, നമ്മുടെ സബ്ജക്റ്റീവ് ക്ലാസ്സുകൾ ആർ റെഡി. സോ എല്ലാം റെഡിയാണ്. ഇനി നിങ്ങളും റെഡി ആയാൽ മതി, ക്ലാസ് നമുക്ക് തുടങ്ങാം. ഓക്കെ, ഈ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി വിചാരിക്കുന്നതിന് മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.